അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുമേഖലാ സ്ഥാപനത്തില് ഓഫീസ് അറ്റൻഡന്റ് കം ഡ്രൈവർ ഉൾപ്പെടെ 17 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഈ ഒഴിവുകൾ എങ്ങനെയാണ്, ഈ ഒഴിവുകളിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത്, ഓഫീസ് അറ്റൻഡന്റ് കം ഡ്രൈവറുടെ യോഗ്യത എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തില് ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതായത് CMD അപേക്ഷ ക്ഷണിച്ചു. അതുപോലെ തന്നെ അതിന്റെ തസ്തികയും ഒഴിവും ഏതൊക്കെയാണ് എന്ന് നോക്കാം. അർബൻ ഡിസൈനേഴ്സ് എന്ന തസ്തികയിലേക്ക് 4 ഒഴിവുകളുണ്ട്. ആർക്കിടെക്ട് ഇവിടെ 2 ഒഴിവുണ്ട്. പ്രൊജക്ട് എക്സിക്യൂട്ടീവ് 2 ഒഴിവുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ട് എഞ്ചിനീയർ സിവിൽ 2 ഒഴിവുണ്ട്. പ്രൊജക്ട് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ 1 ഒഴിവുണ്ട്. അതുപോലെ തന്നെ സൈറ്റ് എഞ്ചിനീയർ 4 ഒഴിവുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് കം ഡ്രൈവർ 2 ഒഴിവുണ്ട്. ഇത്രയുമാണ് ഓരോ തസ്തികയും അതിന്റെ ഒഴിവുകളും. അപ്പോൾ ഇതിന്റെ വിവരങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് cmd.kerala.gov.in എന്ന സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, cmd.kerala.gov.in. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ആണ്. അവിടെ ഇതിലേക്കുള്ള ഈ ഓഫീസ് അറ്റൻഡന്റ് കം ഡ്രൈവർ തസ്തികയിലേക്കുള്ള പ്രധാനമായിട്ടും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാൻ സാധ്യതയുള്ള തസ്തിക ഓഫീസ് അറ്റൻഡന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഈ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനിൽ താഴെ തന്നെ ഈ തസ്തികയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡന്റ് കം ഡ്രൈവറുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആണ് ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് പേ ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അപേക്ഷകളൊക്കെ തന്നെ നിങ്ങൾ നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എല്ലാ തസ്തികയും, അതായത് ഈ പറഞ്ഞ എല്ലാ തസ്തികയും CMD വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. അപ്പോൾ വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ നമുക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിലേക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പെട്ടെന്ന് തന്നെ ഇതിൽ പ്രസ്തുത സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. യോഗ്യതയും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. SSLC ആണ് യോഗ്യതയാണ് ഓഫീസ് അറ്റൻഡന്റ് കം ഡ്രൈവറുടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈസൻസിന്റെ കാര്യങ്ങളെ കുറിച്ചും കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, യോഗ്യതയായിട്ട് പറയുന്നുണ്ട്. കൂടാതെ മറ്റ് തസ്തികകളിലേക്കുള്ള യോഗ്യതയെ കാര്യങ്ങളൊക്കെ കുറിച്ച് തന്നെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഞാൻ വെബ്സൈറ്റ് അഡ്രസ് ഒരിക്കൽ കൂടി ഞാൻ പറയാം. cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഈ എല്ലാ തസ്തികകളെയും സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അപേക്ഷയോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് പ്രസ്തുത സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും ഈ ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അതനുസരിച്ച് ഇന്ന് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്, യോഗ്യരായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.